ഹലോ ചക്കരകളെ, ഗുഡ് മോർണിംഗ്. നിങ്ങളവർക്കിത് എന്താണെന്ന് ഇത്ര വെളുപ്പാൻ കാലത്ത്? ഇപ്പം മണി എത്ര മണിയായി ഞാൻ പറയട്ടെ? 6:10. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റതാണ്. ഇവിടെ 7 മണിക്ക് ഞാൻ ഗുരുവായൂരമ്പലത്തിൽ പോകാമെന്ന് ഓർത്ത് വരുന്ന നിങ്ങൾ. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് എപ്പോൾ തോന്നുന്നു അപ്പം പോകും. അപ്പം ഞാനേ കമ്മൽ ഒരു ജിമുക്ക ഇടാന്ന് ഓർത്ത്. ഞാൻ ചുരിദാറായിരുന്നു, സാരി ഉടുക്കാമെന്ന് എനിക്ക് ഭയങ്കര പാടാണ്. സാരി എടുത്താൽ നമ്മളെല്ലാം അവിടെ നിൽക്കുമായിരിക്കണം. അവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് കുറേ സമയം എടുത്ത് സാരിയൊക്കെ കൊടുത്ത് സമാധാനത്തെ പോവുക. നിൽക്കുന്നില്ലല്ലോ നമ്മൾ. ഇവിടുന്ന് ഇപ്പോൾ രാവിലെ 7 മണിക്ക് പോയാൽ 10 മണിക്കുള്ളിൽ 9:30 ആകുമ്പോൾ അവിടെ എത്തും ഞാൻ. ഇപ്പം ഞാൻ ഇവിടുന്ന് 2 പരിചയമുള്ള എനിക്ക് പരിചയമില്ലാത്ത 2 പേരെയും കൂടെ ഞാൻ കൊണ്ടുപോയി. യൂട്യൂബിലൂടെ പരിചയപ്പെട്ടതാണ്. എനിക്ക് കൂട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഗുരുവായൂർ ഭക്തരാ. അപ്പം ഞാൻ വിളിച്ച് ചോദിച്ച് വരുന്നതെന്ന് ചോദിച്ച് അവരിതാ വരുന്നു എന്ന് പറഞ്ഞ്. എനിക്ക് കൂട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകുന്നതിന് എല്ലാ മാസവും പോകും. അല്ലാതെ എനിക്ക് ചിലപ്പോൾ തോന്നും ഇപ്പോൾ പോയേക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ ഇപ്പോൾ അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് മുൻകൂർ പറയാം. ഇന്നലെ രാത്രി എനിക്ക് തോന്നി ഗുരുവായൂരേക്ക് പോകാമെന്ന്. അങ്ങനെ ഞാൻ ഗുരുവായൂർ പോകുന്നതുകൊണ്ട് ഞാൻ വീഡിയോ നേരത്തെ പിടിക്കുക, വെളുപ്പാങ്കാലത്ത് പിടിക്കുന്ന വീഡിയോ. ഇതെന്താണെന്നറിയാം, കമ്മലിൻ്റെ ദ്വാരത്തിൻ്റെ അവിടെ ഞാൻ ഒട്ടിക്കും. എൻ്റെ കാതില്ലേ, കാതിൻ്റെ ദ്വാരത്തിൻ്റെ അവിടെ ഒരു സാധനമുണ്ട്, ഒട്ടിച്ചിട്ട് ജിമുക്ക ഇടാന്ന് ഓർത്ത്. അല്ലെങ്കിലേ ഇഷ്ടപ്പെട്ട അല്ല കാത് തൂങ്ങും ചക്കരകളെ. ഈ സെലിബ്രിറ്റികളൊക്കെ വലിയ സാധനം തൂക്കിക്കൊണ്ട് നടക്കുന്നില്ലേ, നമ്മൾ ഓർക്കത്തില്ലേ, ഇത് എന്തൊരു ഭാരം, ഇത് എങ്ങനെ തൂക്കുമെന്ന്. സംഭവം ഇങ്ങനെയാണ് തൂക്കുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി. ഇങ്ങനെ തൂക്കുമ്പോഴേ നമുക്ക് വലിയ വിഷമം തോന്നത്തില്ല. അല്ല ഭയങ്കര പാടാ ചക്കരകളെ. ഒട്ടിച്ചത് മാറിപ്പോയി. ഒരു സാധനം ഇതിലുണ്ട്, ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം. അതിൽ പശയുണ്ട്. അത് നമ്മളിങ്ങനെ കാതിൻ്റെ ഇവിടെ ഒട്ടിച്ച് വെക്കണം, മറുവശത്ത്. അതവിടെ അങ്ങനെ ഒട്ടിയിരിക്കും. അതിനകത്തോട്ടാണ് നമ്മൾ പിന്നെ ഈ സാധനം ഇങ്ങനെ കയറ്റുന്നത്. അപ്പോൾ കാത് തൂങ്ങത്തില്ല. പുതിയ പുതിയ ടെക്നിക് കണ്ടുപിടുത്തങ്ങളാണ് ചക്കര. സിംഗിൾ പോവൻ അതും കണ്ടുപിടിച്ചിരിക്കുന്നത്. കൊള്ളാം അതാണ് എൻ്റെ ഒരു വിചാരം. എന്തായാലും ഞാൻ കാതിന് ക്ഷതമില്ലാതിരിക്കാൻ സംഗതിയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത്ര ശരിയായില്ലെന്തോ. ഈ കാതിൽ വേഗം ഒന്ന് ശരിയായി. ഈ കാതിൽ ഒട്ടിച്ചതേ കറക്റ്റ് സ്ഥാനത്തല്ല. ഒരു പ്ലാസ്റ്റിക്കിൽ പശ വെച്ചിരിക്കുമോ ചക്കരകളെ. ഗുരുവായൂരപ്പൻ്റെ എടുത്ത് പോകുന്നതിന് എൻ്റെ സെങ്കുമ്മ എന്താ ഞങ്ങളോട് പറയാഞ്ഞത് എന്നൊന്നും ചോദിക്കരുതേ. ഞാനൊരു കാര്യവും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യത്തില്ല. അയ്യോ, ഇന്നലെ ഞാൻ ആ ടാരോറ്റിൻ്റെ ഇട്ടില്ലേ വീഡിയോ, അതിന് കുറേ പേര് നെഗറ്റീവ് കമൻ്റ് ഇടുന്നു. ദൈവത്തിൽ വിശ്വാസം ആണ് ഏറ്റവും വലുത്. അതിന് ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് തന്നെ അവരും പറഞ്ഞു തരുന്നു നമുക്ക്. അതൊരു അന്ധവിശ്വാസമായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മളുടെ കാഴ്ചപ്പാടുകളെ മാറ്റണമെന്ന് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾക്ക് നെഗറ്റീവായിട്ടിരിക്കാതിരിക്കാനും നമുക്കൊരു നെഗറ്റീവ് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ തരികയാണ്. അതുകൊണ്ട് അത് അന്ധവിശ്വാസമൊന്നുമല്ല. നമ്മളെക്കൊണ്ട് ആ വഴിപാട് ചെയ്യൂ, ഈ വഴിപാട് ചെയ്യൂ, ഈ അമ്പലത്തിൽ പോകൂ, ആ അമ്പലത്തിൽ പോകില്ല എന്നൊന്നും പറയുന്നില്ല. അതല്ലേ വലുത്. എനിക്ക് അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് വഴിപാട് ചെയ്യുക, അത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞാൽ വെട്ടിപ്പാന്ന് ഞാൻ പറയും. ഞാൻ പ്രാർത്ഥിക്കാൻ മാത്രമേ പറയത്തുള്ളൂ. ഞാൻ പ്രാർത്ഥനയുടെ ആളാണ്. ഞാൻ പ്രാർത്ഥിച്ച് തന്നെയാണ് എല്ലാം നേടിയത്. ഗുരുവായൂരപ്പനെ മുറുകെ പിടിക്കൂ, അത് മാത്രം അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. ഇപ്പോൾ ഒരു ഗുരുവായൂരപ്പനെ വിളിക്കാത്ത ഭക്തരും ദൈവവിശ്വാസം ഇല്ലാത്തവരൊന്നുമല്ല. പക്ഷേങ്കിൽ ഒരു സമയത്ത് അവർ പോലും അറിയാതെ കറക്റ്റ് സമയം ഭഗവാൻ അവർക്കും വേണ്ട, ഭഗവാന്റെ അടുത്ത് ചെല്ലാനൊരു സമയം കാണും. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ ഭഗവാന്റെ അടുത്ത് ചെന്നിരിക്കും. അങ്ങനെയാണ് ചക്കരകളെ. ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും
ഗുരുവായൂരപ്പനെ വിളിക്കുന്ന ഒരാളായി. എൻ്റെ അമ്മയൊന്നും ദൈവത്തിന് വിളിക്കുന്ന, സത്യം പറയില്ല, എൻ്റെ അമ്മ ദൈവത്തിനെ വിളിക്കുന്ന പോലും എനിക്ക് സുപരിചിതമല്ലാത്തൊരു കാര്യം. പക്ഷേ ഞാൻ ദൈവത്തിനെ വിളിക്കുന്നില്ല. അപ്പോൾ അതൊന്നുമല്ല, സമയമാകുമ്പം നമ്മളിൽ നമുക്ക് ആ മുജ്ജന്മ വാസന അനുസരിച്ചാണ് ഭഗവാനെ കിട്ടുന്നത്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകുന്ന എല്ലാ ഭക്തരും ഗുരുവായൂരപ്പനെ അകമഴിയെ സ്നേഹിക്കുന്നവരാണെന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഇത് ശരിയായില്ല കിരകളെ, ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാം. ഇട്ടു. ഈ കമ്മൽ നല്ല വെയിറ്റാണ്. പിന്നെന്തുണ്ട് വിശേഷം? അങ്ങനെ ഗുരുവായൂരപ്പൻ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല. രാത്രി വേഗം തന്നെ എല്ലാം സെറ്റാക്കി. പിന്നെ ഇവിടുന്ന് എൻ്റെ വണ്ടിയിൽ 2 പേർക്കൂടെ ഇവിടെ എന്തായാലും 2-3 പേർക്ക് 3 പേർക്ക് ഇരിക്കാം. 2 പേരെ കിട്ടി എന്തായാലും. അങ്ങനെ പോവുകയാണ്. ഗുരുവായൂരമ്പലത്തിൽ വെച്ച് ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റിയ അത് ഭാഗ്യം. രാവിലെ എഴുന്നേറ്റു, വിളക്ക് കത്തിച്ചു, എൻ്റെ സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോവുക. അപ്പോൾ നിങ്ങളെന്നെ കാത്തിരിക്കത്തില്ല, അയ്യോ സിങ്കുമ്മ ഇതെവിടെ പോയി, ഇന്നലെ ഞങ്ങളെ പറ്റിച്ചു, എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതൊരു പച്ച ചുരിദാറാണേ, ഇച്ചിരി വിളക്കമൊക്കെ ഉണ്ട്. എനിക്ക് ഇടയ്ക്കൊരു തിളക്കമൊക്കെ ഉള്ള ഇടുന്ന ഇഷ്ടമാണ്. ഒരു പച്ച ഷാളും ഒരു ചുരിദാറിട്ട ട്രഡീഷണൽ കുട്ടീനെ പോലെയാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. പ്രായമൊന്നും ചിന്തിക്കുന്നില്ല, ഒരുങ്ങിയിരിക്കുക. എൻ്റെ കട്ടിൽ നിറയെ തുണിയാണ്. ആദ്യം ഞാൻ സാരി എടുക്കാമെന്ന് ഓർത്തെ, പിന്നെ എനിക്ക് പിടിച്ചൊക്കെ തരണം ആരെങ്കിലും. അമ്മൊന്നും എഴുന്നേറ്റിട്ട് പോലും ഇല്ല. അല്ല വേണ്ട, ചുരിദാറിട്ടിട്ട് പോയേക്കാന്ന് ഓർത്ത് ലാസ്റ്റ് ചുരിദാർ, ഞാൻ ഇടാത്ത ചുരിദാറ്, പുത്തൻ ചുരിദാറ് ഡയറക്റ്റ്. എത്ര വെളുപ്പിന് എഴുന്നേറ്റെന്നറിയാം, കണ്ണ് തുറന്ന് വരുന്നത് ചക്കരകളെ. എനിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ ഉറക്കം കാണത്തില്ല. രാവിലെ തന്നെ കണ്ണ് തുറന്ന് പിടിച്ചിരിക്കും. എൻ്റെ കണ്ണിനോട് മനസ്സിനോട് ഉറങ്ങും അലാറം വെച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 5 മണിക്ക് അലാറം വെച്ചിട്ട് 3 മണിക്ക് കണ്ണും തുറന്നിരിക്കുമായിരുന്നു ചക്കരകളെ. പിന്നെ ഞാൻ കുറേ സമയം പ്രാർത്ഥിച്ച്. ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിട്ട് നടക്കാൻ ഞാൻ പറയത്തില്ല. പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന ഒരേ ഒരു ജീവി സിംഗിൾ ബോബൻ. പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ് അതറിയാനുള്ള, അത് കൊള്ളാവാ എന്നൊക്കെ അറിയാം. നമ്മളിതെല്ലാം അറിയണം. എല്ലാം അറിഞ്ഞില്ലേ നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയാതെ കമൻ്റ് ഇടേണ്ടി വരും കേട്ടോ. എന്നെ മോശം കമൻ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഓരോരുത്തർ. എന്നെ പൊങ്കാല ഇടും, അങ്ങനെ എന്ത് പൊങ്കാല ഇടാൻ. ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്, നിങ്ങളിതൊന്നും അറിയാഞ്ഞിട്ടാണ്. പലതും നടക്കുന്നുണ്ട്. നമുക്കും അതിനെക്കുറിച്ചൊക്കെ, ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ, എനിക്കും അതേക്കുറിച്ചൊക്കെ അറിയണ്ടേ. ഞാനത് അറിഞ്ഞിട്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. അത് വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. വെട്ടിപ്പായിട്ടൊന്നുമില്ല. ഒരു കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഒരു അഡ്വൈസ് തന്നു, നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നു. അത് അത്രയേ ഉള്ളൂ. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ചക്കരകളെ. പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് അമ്പലത്തിൽ ചെന്ന് തൊഴുതിട്ട് അമ്പലത്തിൽ ഇച്ചിരി ഭക്ഷണം കഴിക്കണമെന്ന്. ഭഗവാന്റെ കൃപയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, ഇന്ന് എനിക്ക് ഇച്ചിരി ഭക്ഷണം അവിടെ നിന്ന് കഴിക്കണമെന്നുണ്ട്. കൃഷ്ണ ഗുരുവായൂരപ്പ തരണേന്ന്. ഭയങ്കര ഹൈ ആയിട്ടുള്ള ക്യൂ കണ്ടാൽ ഞാൻ പോരും. എനിക്ക് അങ്ങനെ നിൽക്കാനുള്ള ക്ഷമയില്ലാത്തൊരു ചേച്ചിയാണ് ഞാൻ. അങ്ങനെ ഗുരുവായൂർ നമ്മുടെ ആൾക്കാരാരെങ്കിലുമൊക്കെ കാണട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ജിമ്മൊക്കെ കൊച്ചു പിള്ളേരെ പോലെ കൊള്ളാമല്ലേ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെന്താ എനിക്കിനി വണ്ടി ഞാൻ റെഡി ആയിരിക്കുമല്ലേ. എനിക്കിനി വേഗം വണ്ടി വന്നാൽ മതി. പോകുന്ന വഴി എവിടുന്നെങ്കിലും ഒരു വെജിറ്റേറിയൻ കടയിൽ നിന്ന് 2 ഇഡലിയോ എല്ലാം കഴിക്കണം. ഇതൊക്കെയാണ്. പിന്നെ എന്തുണ്ട്, എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകുന്നതിന് ഞാനൊന്നും മാറ്റി വെക്കത്തില്ല ചക്കരകളെ. എനിക്ക് മനസ്സിൽ നമുക്ക് അങ്ങനെ ആയിരിക്കണേ, നമ്മുടെ മനസ്സിൽ തോന്നുകയാണ് ഭഗവാന്റെ അടുത്ത് പോകണമെന്ന് തോന്നി ഭഗവാൻ വിളിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അപ്പം പോയിരിക്കും. ഇന്നലെയൊക്കെ എനിക്ക് മനസ്സിൽ, ഇന്നലെയും പിന്നെ ഞാനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോ പറഞ്ഞില്ല, കുറച്ച് ദിവസമായിട്ട് എനിക്ക് പോകണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മാറ്റി വെക്കത്തില്ല. ഞാൻ സ്വയം തീരുമാനിച്ച് ഇനി മാറ്റി വെക്കുന്നില്ല, പോയേക്കാം.
അന്നേരം ബോവനെ ഞാൻ ബോവനോടും പറഞ്ഞു വൈകുന്നേരം ഞാൻ ഗുരു അപ്പോൾ 2 ദിവസം മുമ്പ് പറഞ്ഞു ഗുരുവായൂർ പോകണം അപ്പോൾ ഇന്നലെ ബോവന് പതിയില്ല പറയും ഇന്ന് നാളെ നിൽക്കുന്ന ഗുരുവായൂർ പോകാൻ വയ്യേ എന്ന് ചോദിച്ച് പിന്നെ ഒന്നും തീരുമാനിച്ചില്ല, അല്ല ഒന്നും ആലോചിച്ചില്ല, വേഗം തന്നെ ടാക്സി രാവിലെ വരാൻ പറഞ്ഞ് ഉടനെ സ്ഥലം വിടുകയാണ് തീരുമാനിച്ചു. ഗുരുവായൂരപ്പൻ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയുന്നു. ഗുരുവായൂരമ്പലത്തിൽ പോകണമെങ്കിൽ പൈസയൊക്കെ കുറച്ച് വേണമല്ലോ ആലപ്പുഴയിൽ നിന്നൊക്കെ വരുമ്പോൾ. ഞാൻ അന്നും വണ്ടി വിളിച്ച് വരും ചക്കരകളെ, ടാക്സി വിളിച്ചെന്നും വരും. അത് എൻ്റെ ഒരു അതായത് അത്ര കഷ്ടത്തിൽ ജീവിക്കുമ്പോഴും ഞാൻ ദാരിദ്ര്യം പറയത്തില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് അത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ മുമ്പത്തെ കാര്യം പറഞ്ഞ് ഒരു ദാരിദ്ര്യം പറയുമില്ല. അന്നത്തെ കാലഘട്ടത്തിൽ നല്ലപോലെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചതും നല്ല ജീവിതത്തെ ഫോളോ ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് എനിക്കിന്നൊരു നല്ല ജീവിതം കിട്ടിയത്. എപ്പോഴും സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതും എനിക്ക് തോന്നുന്നു ആ ആഗ്രഹങ്ങളുടെ പുറകെ വന്നതുകൊണ്ടായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മാക്സിമം നല്ലൊരു ജീവിതമാണ് ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലൊരു ജീവിതമാണ് ആഗ്രഹിച്ചത്. നമ്മൾ ആഗ്രഹിക്കണം കേട്ടോ, ആഗ്രഹിക്കാതെ ഒന്നും കിട്ടത്തില്ല. ആഗ്രഹിക്കുകയും നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പണം ചിലവാക്കാതിരിക്കുകയും ചെയ്യരുത്. ചിലവാക്കി ദുർവിനിയോഗം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പണം ചിലവാക്കാതിരുന്നാൽ നമ്മൾ ദരിദ്രരായി പോകും. പിൽക്കാലത്ത് നമുക്ക് കുറേ കഴിഞ്ഞ് നമുക്ക് നിരാശ തോന്നുകയും നമ്മുടെ പണം കൊണ്ട് നമ്മൾ ജീവിച്ചില്ലല്ലോ എന്ന് നമുക്ക് തോന്നരുത്. നമ്മൾ ഉണ്ടാക്കുന്ന പണം കൊണ്ട് നമുക്ക് സന്തോഷം തരുന്ന വിധത്തിൽ നമ്മൾ ജീവിക്കണം, അല്ലെ നഷ്ടമായി പോയി ജീവിതം. ഈ മനോഹരമായ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന സന്തോഷം, നമുക്ക് തന്നിരിക്കുന്ന സൗകര്യങ്ങൾ നമ്മൾ വിനിയോഗിക്കാൻ ഒരിക്കലും മറക്കല്ലേ. പിന്നീട് ഒരിക്കൽ നിങ്ങളോട് തന്നെ ദേഷ്യം വരും, ദൈവമേ നമ്മൾ ആർക്കൊക്കെ വേണ്ടി ജീവിച്ചു, ആർക്കൊക്കെ വേണ്ടി ചലിക്കുന്ന വാവയെ പോലെ ജീവിച്ചു എന്ന്. മക്കൾക്ക് വേണ്ടിയിട്ടാണേലും ഭർത്താവിന് വേണ്ടിയിട്ടാണേലും കുടുംബത്തിന് വേണ്ടിയിട്ടാണേലും ജീവിക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ ഉള്ളിൽ തോന്നുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനും അതിനുവേണ്ടി പണം ചിലവാക്കാനും നമ്മൾ ഒരിക്കലും മടിക്കരുത്. ഇതൊന്നും നമ്മൾ ഈ ഭൂമുഖത്തൊന്ന് കൊണ്ടുപോകത്തില്ല, അത് മനസ്സിലാക്കുക. നമ്മൾ ഉപയോഗിക്കേണ്ട പണം നമ്മൾ ഉപയോഗിക്കാതെ പിൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാതെ നമ്മൾ കട്ടിൽ എവിടെയെങ്കിലും ഇരുന്ന് പോയി കഴിഞ്ഞ് നമ്മുടെ പണം കൊണ്ട് മറ്റുള്ളവർ ദുർവിനിയോഗം ചെയ്ത് അവർ സുഖിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, ആരാണെന്ന് നമുക്കറിയാൻ പറ്റില്ല, അവർ ജീവിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു നിരാശ, ഉദയമേ നമ്മളിത് ഒരു സുഖവും അനുഭവിക്കാതെ ഇവർക്കെല്ലാം ഇത് കൊടുത്തിട്ട് ഇവരിത് അനുഭവിക്കുന്നു, നമ്മളിത് അനുഭവിച്ചില്ലോ എന്ന് ഓർത്തിട്ട് വിഷമിക്കേണ്ടി വരില്ല. ഞാൻ എൻ്റെ സന്തോഷങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഗുരുവായൂർ പോകുന്ന ഏറ്റവും വലിയ സന്തോഷം, എൻ്റെ ഏറ്റവും വലിയ ടൂറിസ്റ്റ്, എൻ്റെ വിനോദയാത്ര, എൻ്റെ ഏറ്റവും വലിയ ഭക്തിയുടെ കേന്ദ്രം, എൻ്റെ ആശാവ എല്ലാം, എൻ്റെ ആഗ്രഹം സ്വപ്നം എല്ലാം എപ്പോഴും എല്ലാ മാസവും ഏറ്റവും കൂടുതൽ വലിയൊരു ആഗ്രഹമാണ് എല്ലാ മാസവും ഗുരുവായൂർ പോകാൻ പറ്റുക, തോന്നുമ്പോഴൊക്കെ ഗുരുവായൂർ പോകാൻ പറ്റുക. അങ്ങനെ എല്ലാവർക്കും അവരവരുടെ ഒരു ഇഷ്ടം, ടൂറിന് പോകുന്നവർക്ക് അങ്ങനെയാകാം. എന്താണോ നമ്മുടെ മനസ്സിന് ആനന്ദം നൽകുന്നത് അത് ചെയ്യാൻ നിങ്ങൾ ആരും മടിക്കരുത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. എന്താഗ്രഹിച്ചാലും അത് വേഗം തന്നെ സാധിക്കാൻ നോക്കും. ഒരുപാട് പേര് എന്നോട് പറയും, ഞങ്ങൾക്കൊന്ന് ഗുരുവായൂർ പോകാൻ വന്നില്ല, ഭഗവാൻ വിളിച്ചില്ല. അങ്ങനെ ഭഗവാൻ നമുക്ക് നൂലെ കെട്ടി എഴുതി തരത്തൊന്നുമില്ല. ഇപ്പം എനിക്ക് ഭഗവാൻ നീ ഇന്നെപ്പോഴും വാന്നിട്ട് എനിക്കറിയാം മുൻ കാലഘട്ടങ്ങളിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഗുരുവായൂർ പോകാൻ എനിക്ക് സാമ്പത്തികമില്ലായിരുന്നു, മറ്റ് കാര്യങ്ങളൊന്നും അനുകൂലമല്ലായിരുന്നപ്പോൾ പോലും ഞാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുമ്പോൾ എനിക്ക് ഗുരുവായൂർ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എനിക്കെല്ലാം ഭഗവാൻ തന്നിട്ട് ഞാൻ ഗുരുവായൂർ പോകാതെ മടിച്ച് നിൽക്കുന്നത് ശരിയല്ല. എനിക്കെല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട്. ഇന്നെനിക്ക് എന്താ പറയുന്നത്, ഇവരുടെ അടുത്തൊന്നും കിഴിയണ്ട. ഇപ്പോൾ ബോബനാണെങ്കിൽ പോലും ഏറ്റവും സൂപ്പർ സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരാളെയൊക്കെ ഭഗവാനല്ലേ തന്നത്, സാഹചര്യമല്ല ഒരുക്കി തന്ന് ഇപ്പോൾ ഏറ്റവും അടുത്ത് ഒരു 1-2 മണിക്കൂർ ഇരുന്ന ഗുരുവായൂരേക്ക് ഓടി എത്തുന്നൊരു അകലത്തിലേക്ക് തന്നെ ഭഗവാൻ ഇരുത്തി. എല്ലാം എനിക്ക് ഭഗവാൻ തന്നിട്ട് പോകാതിരിക്കുന്നതാണ് എൻ്റെ അഹങ്കാരവും അലസതയായിട്ട് ഞാൻ വിചാരിക്കും. ആരോഗ്യം തന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ആരോഗ്യം ക്ഷയിച്ചിട്ട് പണ്ടേ ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം പറയാം. ഞാൻ ഞാൻ ഈ ഗുരുവായൂർ പോയിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ അമ്മയോട് പറയും, അമ്മ ഒരു ഹോട്ടൽ നടത്തുക, അമ്മ ഗുരുവായൂർ പോകുമ്പോൾ നാളെ അമ്മ കഷ്ടമുണ്ട്, അപ്പോൾ ഞായറാഴ്ച ദിവസം പോകുന്ന അന്നൊക്കെ കൂടുതൽ ഞായറാഴ്ച ദിവസം, ബാക്കി ദിവസങ്ങളിലൊക്കെ എനിക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചി ഗുരുവായൂർ പോവാം. ഞാനില്ല, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഗുരുവായൂരപ്പൻ്റെ അടുത്തോട്ട് പോകാൻ പോകണം, ഇവിടെ അമ്പലത്തിൽ അടുത്ത് കൃഷ്ണൻ്റെ അമ്പലം അവിടെ പോയാൽ പോരെ, ഇത്രയും കാശ് മുടക്കി ഗുരുവായൂർ പോകുന്ന അമ്മ പറയുമായിരുന്നു. അമ്മ ഒരു 4 വർഷത്തോളം കിടപ്പായി, നല്ല പ്രായത്തിൽ അമ്മ കിടപ്പായി എന്ന് ആലോചിച്ചു. വല്ലപ്പോഴും അമ്മനെ വിളിച്ച് അമ്മയ്ക്ക് ഞാൻ അങ്ങോട്ടെങ്കിലും പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും, അമ്മ അമ്പലത്തിൽ എൻ്റെ കൂടെ വരുന്നതിന് ഇന്ന് അമ്മയ്ക്ക് ഇവിടെ എന്ത് നഷ്ടമുണ്ട്, ഞാൻ ആ പൈസ അമ്മയ്ക്ക് തരാമെന്ന് കൊണ്ട് അതങ്ങോട്ട് ഓഫർ ചെയ്തിട്ടാണ് അമ്മേനെയും കൊണ്ട് ഞാൻ ഗുരുവായൂരൊന്ന് പോകുന്നത്, ഒരാഗ്രഹം കൊണ്ട്.
അമ്മയുടെ കൂടെ പോകാനൊരു ആഗ്രഹമാണ്. അപ്പോൾ ഗുരുവായൂർ ചെല്ലുന്ന തൊഴുതു നമ്മൾ ഒരു ദിവസം അവിടെ നിന്നോ അമ്മയുടെ മുഖം മാറും. എനിക്ക് നാളെ കച്ചവടമുണ്ട്, എനിക്ക് കട തുറക്കണം, പോകണം നമ്മുടെ എൻ്റെ പൈസ ഞാൻ വല്ല ബ്ലഡിൽ നിന്ന് എടുത്തിട്ട് കടമെടുത്തിട്ടായിരിക്കും ഗുരുവായൂർ പോയിരിക്കുന്നത്. അപ്പോൾ അമ്മേനെ കൊണ്ടുപോയി അമ്മയ്ക്ക് ഒരു ചിലവും ഇല്ലെങ്കിൽ പോലും അമ്മ എന്നോട് വയലൻ്റ് ആകുമായിരുന്നു. ആ അമ്മ കിടന്നു കഴിഞ്ഞിട്ടേ 4 വർഷത്തോളം അമ്മ കട്ടിലയിൽ ഒരു കിടക്കേണ്ടി വന്നു. അപ്പോൾ അമ്മ പറയുന്നത് ഞാനൊരു ഗുരുവായൂർ ഇപ്പോൾ അമ്മയുടെ മുമ്പിൽ അമ്മ കിടക്കുവാണ്, അമ്മേനെ ഞാൻ നോക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ബോബൻ്റെ കൂടെ ജീവിക്കുന്ന കാലത്താണ്. അപ്പോൾ അമ്മേനെ ഞാൻ അവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ കൂടെ നിർത്തിയിരിക്കുക. അപ്പോൾ അമ്മ കിടന്നുണ്ട്. എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. കിടന്നാണ് ഷോ എനിക്ക് ആവതുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഞാനും വന്നേനെ. ഷോ എനിക്ക് കൊതി വരുന്നു നീ ഒരുങ്ങി പോകണം കണ്ടിട്ടെന്ന് പറയുമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആരെന്നെ കേൾക്കുന്നവർക്കൊരു ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ അമ്മ നെടുവീർപ്പിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കിടന്ന് ആരോഗ്യമുള്ള കാലത്ത് അമ്മയെ വിളിക്കുമ്പോൾ അമ്മ പറയുവേ എനിക്കെല്ലാം ആയിട്ട് വരാം, എനിക്ക് ഭഗവാൻ എന്ത് തന്നു, ഇപ്പോൾ എനിക്കെന്താ വലിയ ബംഗ്ലാവ അത് തന്ന് പിന്നെ അതിനകത്ത് സമാധാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, വലിയ ഓടിക്കാറിട്ട് അതിന് സമാധാനം എന്തല്ല. നമുക്ക് സമാധാനമുള്ളതാണല്ലോ ചെറിയൊരു ജീവിതം, നമുക്ക് സമാധാനത്തോടുള്ള ചെറിയൊരു ജീവിതം തന്നിട്ടുണ്ട്, നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് ഓടി നടക്കാനും ജോലിയുള്ള ഒരു കഴിവും ശേഷിയും ഒക്കെ തന്നിട്ടുണ്ടെന്ന് മാത്രമുള്ള വിചാരിക്കും. നമുക്ക് തന്നതിലൊരു സംതൃപ്തി ഉണ്ടായെങ്കിൽ മാത്രം വീണ്ടും ഈശ്വരൻ തരത്തുള്ളൂ. ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ എപ്പോഴും എങ്ങനെയെന്നറിയാമോ, ഞാൻ അമ്മേനെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഒത്തിരി പേര് അങ്ങനത്തെ ഉള്ളവരുണ്ട്. അമ്മ കുറ്റപ്പെടുത്തി പറയുമല്ല, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞെങ്കിൽ മാത്രമേ, കിട്ടിയതിലെല്ലാം ഒന്ന് സംതൃപ്തി കാണിച്ചെങ്കിൽ മാത്രമേ ദൈവം പിന്നെയും നമുക്ക് തരത്തുള്ളൂ. ഈ പ്രപഞ്ചം അങ്ങനെയാണ്. കിട്ടുന്നതിൽ സന്തോഷവും സംതൃപ്തിയും പുലർത്തണം നമ്മൾ. എങ്കിലേ അത് നമ്മുടെ ജീവിതത്തിലും വാക്കിലും പ്രവൃത്തിയിലും നോക്കിലും ഇരിപ്പിലും ഒക്കെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും ദൈവം ഈ പ്രപഞ്ചം നമുക്ക് എല്ലാം തരത്തുള്ളൂ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. കിട്ടിയതിലൊന്നും സംതൃപ്തി പോരാ, അതിനൊരു വിധ ആർത്തി എന്ന് പറയും. എന്ത് കൊടുത്താലും സംതൃപ്തി ഇല്ലാത്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് ഈ ആരോഗ്യമുള്ള കാലത്ത് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ മാറ്റി വെക്കല്, അത് നിങ്ങൾ സാധിക്കണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പോകാനുള്ള സമയം 16 മിനിറ്റായി. നിങ്ങൾ ഒരുപാട് ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ചക്കരകളെ പോയിട്ട് വരട്ടെ. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം. നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. കൊള്ളാലോ എൻ്റെ ഗെറ്റപ്പ്. അപ്പോൾ ഞാൻ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് ഇനി എറണാകുളത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ട് ഇട്ടോ. സിംഗുമ ഇനി ഗുരുവായൂർ പോകുമ്പോൾ എന്നെ വിളിക്കണം. ഇത്തവണ ഞാൻ പുതിയ 2 പേരെയും കൊണ്ടാണ് പോകുന്നത്. അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ വണ്ടിയിൽ കൊള്ളുന്നവർ ഒരു 3 പേര് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും എല്ലാ മാസവും പോകുമ്പോൾ. പൈസയൊന്നും ചിലവില്ല, എൻ്റെ ഇവിടെ വന്നാൽ മതി കേട്ടോ. അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും. പിന്നെ വെറുതെ ഒന്ന് ടോൾ ജംഗ്ഷനിൽ വന്ന് നിന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് വരണമെങ്കിൽ വരാം. ഞാൻ കൊണ്ടുപോയിരിക്കുന്നതാണ്. ആർക്കെങ്കിലും പോകാൻ പറ്റാത്തവർ, ചിലപ്പോൾ മക്കൾ കൊണ്ടുപോകാൻ ആരെങ്കിലും ഇല്ലാത്തൊരു ഗുരുവായൂർ പോകാമെന്നും അറിയാത്തവരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ വന്നാൽ കൊണ്ടുപോകുന്നത്. അടിപൊളിയായിട്ട് ഒരുങ്ങി സൂപ്പർ സെറ്റ് മുണ്ട അല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് പോരുക കേട്ടോ. എനിക്കിത് പിടിച്ച് സാരി ഉടുക്കണമെങ്കിൽ എനിക്ക് ആരെങ്കിലും പിടിച്ച് തരണമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സാരി ഉടുത്തല്ലേ. ഇനി നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ ഇനി ഒന്നുകൂടെ പോകുന്നുണ്ട്. സുമിത്രാമ്മയുടെ മോള് ഗൾഫിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കൊരു തുലാഭാരം ഉണ്ട് അവിടെ. അപ്പോൾ അവളുടെ കൂടെ പോകുമ്പോൾ തലേ ദിവസം പോകും. അപ്പോൾ ഞാൻ ഓർത്ത് തലേ ദിവസം പോകുമ്പോൾ അവിടെ നിന്ന് പൂവൊക്കെ തലയിൽ വെച്ച് ഒരുങ്ങി ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കുപ്പിവളയൊക്കെ കയ്യിലിട്ട് നിറച്ച് ഒരുങ്ങി എനിക്ക് രാവിലെ നിർമ്മാല്യം തൊഴണം എന്ന് ഓർത്തിരിക്കുക. അതൊരു സുഖമല്ല, ഭയങ്കര അനുഭൂതിയാണ് അതല്ലേ. ചന്ദന എന്താ പറയുന്നത്, നമ്മൾ ആ വെളുപ്പാങ്കാലത്ത് നിറയെ പൂവ്, കുറച്ച് പൂവെങ്കിലും തലയിച്ച് കൂടി സെറ്റും കൊണ്ട് സെറ്റ് സാരി കൂടെ നിറച്ച് കുപ്പികളൊക്കെ ഇട്ട് ഒരു നല്ല ചോക്കറൊക്കെ ഇട്ട് ഒന്ന് ഒരുങ്ങി ആ പുലർകാലത്തിൽ നമ്മൾ ഉറക്കച്ചടവെല്ലാം വിട്ട് ഇങ്ങനെ കുളിച്ചിട്ട് നല്ലൊരു ഭയങ്കര പോസിറ്റീവ് വൈബോട് കൂടി ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ തൊഴാൻ ക്യൂ നിന്ന് അകത്ത് കയറുമ്പോൾ കിട്ടുന്നൊരു നിർവൃതി അല്ലേ, ഭയങ്കര സുഖമല്ലേ. വീണ്ടും പോകാൻ കൊതിക്കുന്ന ഒരു എന്താ പറയുക, കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും പുതിയ വസ്ത്രങ്ങളുടെയൊക്കെ മണം ഇങ്ങനെ മൂക്കിലേക്ക് അരിച്ചു കയറുന്ന ആ ക്ഷേത്രത്തിൻ്റെ പരിസരം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എനിക്ക് ഭയങ്കര കുളിർമ ഉന്മേഷം. ഇങ്ങനെ മണം ഇങ്ങനെ ഞാൻ വലിച്ചെടുക്കും. സുരേഷ് ഗോപി പറഞ്ഞു നടക്കും. എനിക്ക് ആ ചിന്തയാണ് ഗുരുവായൂരമ്പലം എന്ന് പറഞ്ഞ ആ ചിന്തയാണ്. ഞാൻ ഇവിടുന്ന് രാവിലെ എഴുതി സഹസ്രാമൊക്കെ ചൊല്ലി ഞാൻ ഭഗവാനെ എനിക്ക് വരുമ്പോൾ സൂപ്പറായിട്ട് ഭഗവാൻ എനിക്ക് കൺകുളിർക്കെ തൊഴാൻ പറ്റണേ. എന്നെ ആരും പിച്ചാനും അടിക്കാനും തള്ളിയിടാനും ഒന്നും കാണരുതേ ഭഗവാനെ. കഴിഞ്ഞ പ്രാവശ്യം ഒരു അടി കിട്ടിയില്ലേ ഒരു സെക്യൂരിറ്റി സ്ത്രീയുടെ, ഒന്നും കാണല്ലേ എന്ന് പിന്നെ പ്രാർത്ഥിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം നിങ്ങളൊരു ഗുരുവായൂരപ്പനെ കണ്ടൊരു ഇത് വന്നില്ലേ നിങ്ങൾക്ക്, അപ്പം നിങ്ങൾക്കിപ്പോൾ പോകാൻ തോന്നില്ലേ. അപ്പോൾ ടാറ്റ ബൈ ബൈ ചക്കര എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. ഓക്കെ.